ഹേ ഗീസ് വെൽക്കം ബാക്ക്. നിമി ക്വസ്റ്റ്യൻ ബാക്ക് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്. ഇപ്പം വിച്ച് ടൈപ്പ് ഓഫ് റേക്ടാങ്കിൾ മേക്ക് സ്ലോപ്പ് ദ ഫ്രണ്ട് ടുവാർഡ് ദ ബാക്ക് ഓഫ് ദ ടൂൾ. നമുക്കറിയാം പോസിറ്റീവ് ചരിവ് ടൂളിൻ്റെ മുൻവശത്ത് നിന്ന് പിന്നിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് റേക്കങ്ങളാണ്. അവിടെ ആ ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. 2 നെഗറ്റീവ് റേക്കങ്ങളാണ് പകരം കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് റേക്കങ്ങളാണ്. നെഗറ്റീവ് റേക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ചരിവെന്ന് പറയുന്നത് ടൂളിൻ്റെ പിൻവശത്ത് നിന്ന് മുന്നിലേക്കായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ഫോർജ ചെക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജാവ്സ് ആർ റിവേഴ്സബിൾ, അതൊരു മെറിറ്റ് ആണല്ലേ. സോ റിവേഴ്സബിൾ ആയതുകൊണ്ട് നമുക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ വർക്ക് പീസിനെയൊക്കെ ഹോൾഡ് ചെയ്യാം. അതേസമയം 3 ചെക്കിലാണെന്നുണ്ടെങ്കിൽ റിവേഴ്സബിൾ അല്ലാത്തതുകൊണ്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ജോബ്സ് പ്രത്യേകം വേണം. ഇറഗുലർ ഷേപ്പ് ജോബ് ക്യാൻ ബി ഹോൾഡ്, അതൊക്കെ ഒരു അഡ്വാൻറ്റേജിലായിട്ടാണ് പറയുന്നത്. ഹെവി കട്ട് ക്യാൻ ബി കട്ട്, അതൊക്കെ മെറിറ്റിൽ പറയുന്നതാണ്. ഹെവി കട്ട് ബി ക്യാൻ ബി 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ നൽകേണ്ടത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം. പക്ഷേ എന്താണ്, ഫൈൻ വർക്ക് ക്യാൻ ബി ഈവൻലി ക്ലാംപ്ഡ് എന്നുള്ളത്. അത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെന്നുള്ളൂ. അതായത് ഇത് ഞാൻ ITA പഠിക്കുമ്പോൾ എഴുതി വെച്ചതാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഷോർട്ടിൽ എഴുതി വെച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫൈൻ വർക്കിനെ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ക്ലാമ്പ് ചെയ്യാൻ പറ്റും, കാരണം നല്ല റിജിഡിറ്റിയാണ്. സോ അങ്ങനെ ഈ നല്ല റിജിഡിറ്റി ആയതുകൊണ്ട് നമ്മൾ ഫൈൻ വർക്കുകളെ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് അത് ഡാമേജ് ആയി പോകും. ഓക്കെ, അതുപോലെ വർക്ക് പീസ് മസ്റ്റ് ബി ഇൻഡിവിജ്വലി സെറ്റ്. സോ ഇൻഡിവിജ്വലി സെറ്റ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിങ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ തന്നെ നിമിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരുപാട് തെറ്റുകളുണ്ട്. ITയിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ITയിൽ പഠിക്കുന്നവർക്ക് അറിയാം ഒരുപാട് തെറ്റുകൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 173 വാട്ട് വിൽ ബി ദ എഫക്റ്റ് ക്യാരേജ് ഈസ് നോട്ട് ലോക്ക്ഡ് വൈൽ ഫേസിങ്. ഇവിടെ ആൻസർക്കായിട്ട് കൊടുത്തിരിക്കുന്ന കോൺകേവ് ഫേസ് ആണ്. മുട്ടൻ തെറ്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മൊത്തത്തിൽ ലേത്തൊക്കെയാണെന്നെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തെറ്റുകളാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ക്യാരേജ് കൃത്യമായിട്ട് ലോക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എന്താ പറയുക, ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് ബ്ലെൻഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ കോൺവെക്സ് ഫേസാണ് ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം കോൺകേവ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൂള് റിജിഡിലി എന്താ പറയുക ഹോൾഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യാത്ത അവസരത്തിലായിരിക്കും വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, അല്ലാതെ ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണൂല. അടുത്ത ചോദ്യം നോക്കണേ. വാട്ട് ഈസ് ദ മാക്സിമം സ്വെല്ലിംഗ് ആംഗിൾ ഓഫ് ദി കോമ്പൗണ്ട് റെസ്റ്റ് ഇൻ ദ ലേത്ത് മെഷീൻ? എത്രയാണ്? 360 ഡിഗ്രി ആണല്ലേ. എവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 220 ഡിഗ്രി 2 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് മെയിൻലി സപ്പോർട്ടിംഗ് ദ ലെങ്തി ജോബ് ഇൻ ലേത്ത് മെഷീൻ? വിച്ച് പാർട്ട് ഓഫ് മെയിൻലി സപ്പോർട്ടിംഗ് ദ ലെങ്തി ജോബ് ലേത്ത് മെഷീൻ? ഫേസ് പ്ലേറ്റ്, സ്റ്റഡി റെസ്റ്റ്, ഡോ കാരിയർ. അപ്പോൾ സ്റ്റഡി റെസ്റ്റ് എന്നുള്ളത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. സ്റ്റഡി റെസ്റ്റ് എന്നുള്ളത് വിച്ച് പാർട്ട് ഓഫ് മെയിൻലി സപ്പോർട്ട് ലെങ്തി ജോബിൽ, അത് സ്റ്റഡി റെസ്റ്റ് തന്നെ വരും. സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് സ്റ്റഡി റെസ്റ്റ് പഠിക്കാൻ വരുന്നില്ല. സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്കിപ്പോൾ 2 തരത്തിലുള്ള സ്റ്റഡി റെസ്റ്റുകളാണ് പറയുന്നത്. ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരേജിൻ്റെ ഒപ്പം മൂവ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ സാഡിലിൻ്റെ ഒപ്പം മൂവ് ചെയ്ത് പോകുന്നൊരു സ്റ്റഡി റെസ്റ്റും ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അതിനകത്തൊരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ജാവും ഇത് എക്സ്റ്റേണൽ ജാവുമാണ്. വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് 3 ചെക്ക്? ഡീമെറിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആക്യുറസി ഡിക്രീസസ് ആകുമെന്നുള്ളതൊരു ഡീമെറിറ്റാണ്. അപ്പോൾ കുറേയധികം ശരികളും അതിലേറെ തെറ്റുകളുമായിട്ടൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇത്. എന്തായാലും ക്വസ്റ്റ്യൻ്റെ ഒരു രൂപം കിട്ടുമല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ തെറ്റാണ് ശരിയാക്കി എടുക്കാം.